ഓം ഭുവനേശ്വരി നമ. ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്ക്തിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഓരോ നക്ഷത്ര ജാതകരുടെയും ഓരോ വയസ്സു പ്രകാരം നമുക്ക് സംഭവിക്കപ്പെടുന്ന രോഗപീഠകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. 27 നക്ഷത്രത്തിൻ്റെയും ഓരോ നക്ഷത്രമിതം തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും മറ്റ് നക്ഷത്രങ്ങളുടെ ഫലം നേരത്തെ അറിയണമെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരുടെ രോഗപീഠാഭാഗഫലങ്ങൾ വയസ്സനുസരിച്ച് സംഭവിക്കപ്പെടുന്നത് എന്താണ്? നമ്മൾ രോഗമെന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ സ്വഭാവ രീതി എന്നുള്ളതിലുപരി നമ്മൾ കഴിക്കുന്ന ആഹാരം ഉണ്ടാകും, നമ്മുടെ വ്യായാമം കാണും, നമ്മുടെ ജീവിത രീതികൾക്കനുസരിച്ചൊരു മാറ്റം നമുക്ക് സംഭവിക്കപ്പെടാം. എങ്കിലും ജനനഭാഗഫലം കൊണ്ട് ഈ ഒരു പൂർവ്വപ്രകാരം അല്ലെങ്കിൽ ഒരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ അവർക്ക് വിധിക്കപ്പെടുന്ന ഒരു ദശാപഹാരമുണ്ട്. ആ ദശാപഹാര പ്രകാരം ചില സംഭവ വികാസങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ആയുസ് പര്യന്തം സംഭവിക്കപ്പെടാം. അപ്പൊ അതിനൊരു പ്രിക്കോഷൻസ്, നമുക്കിതൊക്കെ സംഭവിക്കപ്പെടാൻ സാധ്യതായോഗഫലം ഉണ്ടാകാം. അപ്പൊ അതനുസരിച്ചുള്ളൊരു സൂക്ഷ്മത നമ്മൾ വരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ഡോക്ടർ എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ നേരത്തെ ഒരു പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കപ്പെടേണ്ടി വരും, എന്നാൽ ഇത് കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ളതല്ല. നേരെ മറിച്ച് നമ്മൾ ദശാപഹാരത്തെ സ്റ്റഡി ചെയ്തതുകൊണ്ട് ആ ദശാപഹാരങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കപ്പെടാൻ സാധ്യതായോഗഫലമുള്ള രോഗങ്ങളെയാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് ഇത് സംഭവിക്കപ്പെടാം. പക്ഷെ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഓരോരുത്തർക്കും ഓരോ ജാതകഫലമായിട്ട് സംഭവിക്കപ്പെടാം. അത് സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ ദശാപഹാരങ്ങളായിരിക്കും. ഗർഭയിഷ്ഠ കാലഘട്ടം പലതും പലതരത്തിലാണ് വരുന്നത്. ഗ്രഹനില പ്രകാരം 6ാം ഭാവം കൊണ്ടാണ് രോഗത്തെ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹാവസ്ഥാ ഭാഗഫലങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളായിരിക്കും അവർക്ക് കൂടുതലായി ഉണ്ടാകുന്നത്. എങ്കിലും ഈ ദശാപഹാരങ്ങളിൽ ഈ ഒരു ഏജ് പ്രകാരം ഈ രോഗങ്ങളൊക്കെ തന്നെ സംഭവിക്കപ്പെടാം. അപ്പോൾ പ്രത്യേകിച്ച് ആദ്യമായി അശ്വതി നക്ഷത്ര ജാതകരുടെ രോഗപീഠാ ഭാഗഫലങ്ങൾ വയസ്സനുസരിച്ച് ചിന്തിക്കുന്ന സമയത്ത് പൊതുവെ ഒരു നക്ഷത്ര ജാതകർ വളരെ വിശാലപരമായ മനസ്സോടുകൂടി ചിന്തയുള്ള, കുറച്ചെടുത്തിയാട്ടമൊക്കെ വളരെ കൂടുതലായിട്ടുണ്ടാകുന്ന, ആകാര ഭംഗിയുള്ള, വിശാലമായ നെറ്റിത്തടമുണ്ടാകുന്ന, തടിച്ച ശരീരമുണ്ടാകുന്ന, ഉയർന്ന തോൾപ്പൊക്കമുണ്ടാകുന്ന, പ്രത്യേകിച്ച് കലാശാസ്ത്ര മേഖലയിലൊക്കെ തന്നെ വളരെ നൈപുണ്യം പുലർത്താൻ സാധിക്കപ്പെടുന്ന, വളരെ എടുത്തുചാട്ടവും ഒരു സൂക്ഷ്മതയോടുകൂടി, പ്രത്യേകിച്ച് എന്താ പറഞ്ഞാൽ പുറകോട്ടൊന്നും ചിന്തിക്കാതെ സൂക്ഷ്മത കുറവോടുകൂടി തന്നെ സ്വാഭാവികമായും അവർ എടുത്തുചാട്ടം എന്ന് പറഞ്ഞൊരു മനോഭാവം അവർക്ക് വന്നു ചേരുന്നത് അതുകൊണ്ടാണ്. പൊതുവെ എന്ത് കാര്യം കേൾക്കുന്ന പാടെ അത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഒരു അവസ്ഥ, അതിൻ്റെതായൊരു മാനസികാവസ്ഥയും മാനസിക വിഷമവും ടെൻഷനും ഒക്കെ വളരെ അനുഭവിക്കപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകരോടിയാണ് ഈ അശ്വതി നക്ഷത്ര ജാതകർ. ഇവരുടെ ഒരു ജനനഭാഗഫലം എന്ന് പറഞ്ഞാൽ കേതുദശ കാലഘട്ടമാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പീഡകൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ജനിച്ചു കഴിഞ്ഞാൽ ഇവരെ ലഭിക്കപ്പെടില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള